മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 28 മുതലുള്ള വാക്യം, മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം. ഈ എല്ലാ അധ്യായങ്ങളും ഈ എല്ലാ സുവിശേഷങ്ങളും പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. യേശു കർത്താവ് തനിക്ക് പ്രിയപ്പെട്ട 3 ശിഷ്യന്മാരുമായി മലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ 3 അധ്യായങ്ങളിലും ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യേശു മരിച്ച ഒരു ബാലയുടെ വീട്ടിലേക്ക് കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയും യേശു കൊണ്ടുപോയ 3 വ്യക്തികളാണ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. കർത്താവിൻ്റെ കോറായിട്ടുള്ള ഗ്രൂപ്പിനകത്തുള്ള 3 ശിഷ്യന്മാരായിരുന്നു പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. ഈ 3 ശിഷ്യന്മാരെയും കൊണ്ട് കർത്താവ് ഒരു മലയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഈ വചനത്തിനകത്ത് വിവരിച്ചിരിക്കുന്നത്. അവിടെ വച്ച് പത്രോസിനും യോഹന്നാനും യാക്കോബിനും യേശു കർത്താവ് തേജോമയനായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ വേദഭാഗത്തിലൂടെ കാണാൻ പറ്റുന്നത്. ഞാൻ ആ വചനം ഒന്നൊരു പ്രാവശ്യം വായിക്കാം. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടുപിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, ഗുരോ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. ഹല്ലേലൂയ. ഈ ഒരു ഭാഗത്തിലേക്കാണ് നിങ്ങളുടെ ചിന്തയെ ഞാനിന്ന് ക്ഷണിക്കുന്നത്. പത്രോസ് യേശുവിനോട് അപേക്ഷിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. പത്രോസ് പറയുവാണ്, ഏലിയാവിനും മോശയ്ക്കും യേശുവിനും 3 കൂടാരം നമുക്കിവിടെ പണിയാം, നമുക്കിവിടെ സെറ്റിൽഡ് ആകാം എന്നുള്ള ഒരു കാര്യമാണ് പത്രോസ് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഹല്ലേലൂയ. പത്രോസ് ഒരു നിമിഷം നോക്കിയപ്പോൾ 3 പേരും തേജസ്കരിക്കപ്പെട്ട് നിൽക്കുന്നു. യേശു കർത്താവ് തേജസ്സിൽ നിൽക്കുന്നു, മോശ തേജസ്സിൽ നിൽക്കുന്നു, ഏലിയാവ് തേജസ്സിൽ നിൽക്കുന്നു. പത്രോസ് നോക്കിയപ്പോൾ 3 പേരും ഒരുപോലെ നിൽക്കുന്നു. അതുകൊണ്ട് 3 പേർക്കും ഒരു കൂടാരം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ യേശു കർത്താവ് പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാരെ പോലെയുള്ള ഒരു വ്യക്തിയല്ല. യേശു പഴയ നിയമത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കോപ്പിയോ അല്ല. വചനം പറയുന്നത് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. യേശു കർത്താവ് സർവശക്തനായ ദൈവത്തിൻ്റെ മകനാണ്. ആ ദൈവത്തിനെ നമുക്ക് മറ്റൊരു മനുഷ്യനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആ ദൈവത്തിനെ മറ്റൊരു വ്യക്തിത്വവുമായിട്ട് ഒരുമിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. പത്രോസിന് അതെന്താ പറയുന്നതെന്നുള്ളൊരു ബോധമില്ലാതെ പത്രോസ് പറഞ്ഞൊരു കാര്യമാണത്. ഇങ്ങനെ പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവർ മേഘത്തിൽ ആയപ്പോൾ പേടിച്ചു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്ത് യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടത് ഒന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിനോട് തൻ്റെ ശിഷ്യന്മാർ പല സമയവും പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും പല ചോദ്യത്തിനകത്ത് ഉത്തരം കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിനോട് എന്തുവെന്ന് ചോദിച്ചാലും കർത്താവ് അതിന് ഉത്തരം പറയും, കർത്താവിന് അതിന് മറുപടി പറയും. പക്ഷെ നമ്മളിവിടെ കാണുന്നത് മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്ന ദൈവപുത്രനെ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ വചനം ഉടനീളം നോക്കിയാലും ഇങ്ങനെ ഒരു സാഹചര്യം കാണത്തില്ല. ഹല്ലേലൂയ. എല്ലാ പേരും നോക്കുമ്പോൾ മറുരൂപാമലയിൽ തേജസ്കരിക്കപ്പെട്ട യേശുവിനെ കാണുന്ന ഒരു ദൃശ്യമാണ്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് ഒന്ന് മാറ്റി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു ഒരു നിമിഷം സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. കാരണം യേശു കർത്താവ് പത്രോസിനെ വിളിച്ചു, തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചു, തൻ്റെ കൂടെ നടത്തി. എന്നിട്ട് പത്രോസ് തന്നെ യേശുവിനെ പറ്റി സാക്ഷ്യം പറയുന്ന കാര്യങ്ങളുണ്ട്. നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനെന്ന്
ഒരു മനുഷ്യൻ പോലും പറയാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലും പിതാവ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തിയത് നമ്മൾ കണ്ടായിരുന്നു. അതേ പത്രോസ്, യേശുവിൻ്റെ മാറോട് ചേർന്ന് നിൽക്കുന്ന പത്രോസ്, യേശുവിൻ്റെ കൂടെ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന പത്രോസ്. പക്ഷേ പത്രോസിന് യഥാർത്ഥ യേശുവിൻ്റെ ആ ഒരു ഹൃദയവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ. യേശു ഒരിക്കലും ആഗ്രഹിച്ചത് അവരിൽ ഒരാളായിട്ട് നീ എന്നെ കാണണമെന്നുള്ളതല്ല, മറിച്ച് അവർ പോലും നിന്നോട് വന്ന് സംസാരിക്കുന്ന തരത്തിൽ നീ എത്രയോ ശ്രേഷ്ഠനാണ്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള വെളിപ്പാടിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമെന്നാണ് യേശു ആഗ്രഹിച്ചത്. അതേ സമയത്ത് പത്രോസ് പറഞ്ഞത്, അല്ലെങ്കിൽ പത്രോസ് അവിടെ യേശുവിനോട് കാണിച്ചത് മറ്റൊരു രീതിയിലായിരുന്നു. യേശുവിന് പത്രോസിൻ്റെ മുന്നിലും യോഹന്നാൻ്റെ മുന്നിലും യാക്കോബിൻ്റെ മുന്നിലും ഒരു മറുപടി പറയാനില്ലായിരുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രന് തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ താൻ സ്നേഹിക്കുന്ന ആ 3 ശിഷ്യന്മാരുടെ മുന്നിൽ മറുപടി പറയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നടക്കുന്ന സാഹചര്യം വളരെ വലിയതാണ്. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ, യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരിടത്തും കാണാത്ത തരത്തിൽ, ഒരു മനുഷ്യനും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള തേജസ്സിനെ അല്ല അവർ ദർശിച്ചത്. ആ 3 പേര് കണ്ടത് കർത്താവിൻ്റെ തേജസ്സിനെ. അവൻ എന്താണോ, അവൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്താണോ, അതേ യേശുവിനെയാണ് അവിടെ പത്രോസും യോഹന്നാനും യാക്കോബും എൻകൗണ്ടർ ചെയ്യുന്നത്. പക്ഷേ പത്രോസിന് അവിടെ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി. യേശുവിന് മറുപടി ഇല്ലാതിരുന്ന സമയത്ത് സ്വർഗം മറുപടി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളോട് പറയാനുള്ള മെസ്സേജ് ഇതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത്, ചില സാഹചര്യങ്ങളിൽ, ചില സിറ്റുവേഷൻസിനകത്ത്, ചില പ്രത്യേകതരമായിട്ടുള്ള കാര്യങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് മറുപടി പറയാനില്ലാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ വരും. ഹല്ലേലൂയ. എല്ലാറ്റിനും മറുപടി പറയുന്നത് നിങ്ങളുടെ ജോലിയല്ല. നമുക്ക് മറുപടി പറയാൻ പറ്റാത്ത ചില സ്ഥലങ്ങൾ വരും. നമുക്ക് മറുപടി പറയാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരും. അതിൻ്റെ അർത്ഥം അതിന് മറുപടി ഉണ്ടാകില്ല എന്നല്ല. അതിന് മറുപടി പറയുന്നത് സ്വർഗമായിരിക്കും. യേശു പകച്ചു നിന്ന ആ സമയത്ത് യേശുവിന് മറുപടി പറയാമായിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കിയ സ്വർഗം, യേശുവിൻ്റെ ഹൃദയം മനസ്സിലാക്കിയ പിതാവ് ആ സമയം മറുപടിയുമായിട്ട് വരികയാണ്. ഈ മറുപടി ആയിരുന്നു യേശു പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ അതേ സമയം സ്വർഗം അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, പത്രോസേ നിനക്ക് തെറ്റി. പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, നിങ്ങൾ 3 പേരെയും കണ്ടു. അവർ 3 പേരും ഒന്നല്ല. അവർ 3 പേരും ഒരേപോലെ നിൽക്കേണ്ടുന്നവരല്ല. നീ കേൾക്കേണ്ട ശബ്ദം ഏലിയാവിൻ്റെ ശബ്ദമല്ല. നീ കേൾക്കേണ്ട ശബ്ദം മോശയുടെ ശബ്ദമല്ല. നീ കേൾക്കേണ്ട ശബ്ദം ഞാൻ ഉയർത്തിയ, എൻ്റെ മടിയിലിരിക്കുന്ന, ഞാൻ സ്നേഹിച്ച, ഈ ലോകത്തിന് വേണ്ടിയിട്ട് വില കൊടുക്കാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയ മകൻ്റെ ശബ്ദമാണ് നീ കേൾക്കേണ്ടത്. ആ ശബ്ദത്തിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ആ ശബ്ദത്തിന് മാത്രമേ നിന്നെ വഴി നടത്താൻ പറ്റത്തുള്ളൂ. ആ ശബ്ദത്തിന് മാത്രമേ നിന്നെ യഥാർത്ഥമായിട്ട് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് മറുപടി ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങളായിരിക്കാം, എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദൈവ മക്കളാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന് മുന്നിൽ താഴ്മയുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ശബ്ദം പുറപ്പെടുവിക്കും. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഇടപെടും. നിങ്ങൾ എന്താണ് പറയാൻ അറിയത്തില്ല, ഇനി എന്ത് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സ്വർഗത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. ആ ശബ്ദം ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വിസ്മയമായിരിക്കും. നിങ്ങൾക്ക് ഈ ദൈവത്തെ വിശ്വസിക്കാം. അവൻ നിങ്ങളെ അറിയുന്ന ദൈവമാണ്. ഇന്നലെ വരെ നീ ദൈവത്തിന് വേണ്ടി നിന്നു ഇല്ല, നിനക്ക് വേണ്ടി ദൈവം നിൽക്കും. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ എൻ്റെ പിതാവ് എന്നുള്ള ആ ഒരൊറ്റ വാഞ്ചയിലാണ് യേശു മുഴുവൻ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എനിക്ക് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വേലയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ വേലയാണ് ചെയ്യുന്നതെന്ന് യേശു എപ്പോഴും പറയുന്നത്. അതുപോലെ യേശുവിന് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ, യേശുവിന് മറുപടി പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് സ്വർഗം ആ മറുപടിയുമായി വന്നു. ആ പിതാവ് ആ മറുപടിയുമായി വന്നു.
ഹല്ലേലൂയ. ഈ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. ഈ സ്വർഗം മറുപടി പറയുന്ന സ്വർഗമാണ്. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വർഗത്തിൽ ആശ്രയിക്കുക. നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ പിതാവിനെ ആശ്രയിക്കുക. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം മറുപടി പറയും. അത് അത്ഭുതമായിരിക്കും, അത് അതിശയമായിരിക്കും, അത് നിങ്ങളുടെ തലയെ ഉയർത്തുന്നതായിരിക്കും, അത് നിങ്ങളെ ദൈവത്തിൻ്റെ മുന്നിലും മനുഷ്യരുടെ മുന്നിലും മാനിക്കുന്ന തരത്തിലായിരിക്കും.